ഇട്ടു ഗൈസ്. അപ്പൊ അവന്മാരൊന്നും കൂട്ടിയില്ല, അവർ വീട്ടിലിരിക്കട്ടെ, ഞാൻ മമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങി. വേറെ കാര്യം ഗൈസ്, അവർക്ക് മടിയാണ്, ഇന്ന് മഴയല്ല, അതുകൊണ്ട് അവർക്ക് മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനും മമ്മയും കൂടി ടൗണിലേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മളിത് ഓട്ടോയിലൊക്കെ കയറി ടൗണിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പർച്ചേസിങ്ങിന്റെ കാര്യമുണ്ട് ഗൈസ്, അറിയാലോ. ഇനി ടൗണ് നീളെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമുക്ക് നടപ്പായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പലചരക്ക് കടയിൽ കയറി നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ സെലക്ഷനും പരിപാടികളാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കട പോലത്തെ കടയാണ് കേട്ടോ ഗൈസ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം കയറി എടുക്കാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് ചേട്ടന്മാരൊന്നും എടുത്തു തരാൻ വരുന്നില്ല, എന്നാ പറയാനാ ഗൈസ്. അപ്പോൾ അവിടുത്തെ കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ആ കുട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച ടൈമിൽ നമ്മൾ എന്താക്കി, മാർക്കറ്റിലേക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാഗി വീട്ടിൽ വന്നിട്ടില്ലേ, അപ്പോൾ അവന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ കാലും അതുപോലെ മീനിൻ്റെ വേസ്റ്റും ഒക്കെ നമുക്ക് വാങ്ങാനുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനും മീനൊക്കെ വാങ്ങാമെന്ന് ഓർത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളിനി മീൻ വാങ്ങാൻ വേണ്ടി പോകണം. അപ്പം നമ്മുടെ ഫേവറേറ്റ് മീൻ ചൂരയോ നിങ്ങൾ എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല, എന്തായാലും ആ മീൻ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകാനും കഴിച്ചാൽ എൻ്റെ ഫേവറേറ്റ് മീനാണ്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് മീൻ വേസ്റ്റ് തന്നു. അതേപോലെ കോഴിക്കടയിലുള്ള ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് കോഴീൻ്റെ കാലും തന്നു. അത് മാത്രമല്ലേ, ഇത്രയും വലിയ തലയും നമുക്ക് ചേട്ടൻ ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോകണം. എന്തായാലും 2 ചേട്ടന്മാർക്ക് ഒരുപാട് താങ്ക് യു ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ പൊതിഞ്ഞ് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകണം. അപ്പോൾ അവന്മാർക്ക് എന്തായാലും ഗായ്സ് നല്ല കാര്യമായിട്ടുണ്ട്. ഇനി അവർക്ക് ഇതൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവന്മാർ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ ഗായ്സ്. അങ്ങനെ ഇതേ നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ചിക്കനും മീനും ഒക്കെ വാങ്ങിയിട്ട് നമ്മളിനി പച്ചക്കറി കടയിലേക്ക് പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോവാണ് ഗായ്സ്. അങ്ങനെ പച്ചക്കറി കടയിൽ വന്നിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികൾ കൂടി വാങ്ങിയിട്ടിട്ടു. അപ്പോൾ പച്ചക്കറി ഇല്ലാത്ത ലൈഫില്ല ഗായ്സ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കടയിലേക്ക് വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അപ്പം മഴ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലേ ഗായ്സ്. എനിക്കാണെങ്കിൽ തണുത്തിട്ടൊരു രക്ഷയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സത്യം തന്നെയാണ് ഗായ്സ്. ബൈ.